വൃക്കയിൽ വരുന്ന ക്യാൻസർ രോഗങ്ങൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇപ്പോൾ അധികകാലം പല കാരണങ്ങളാകാം. അത് ആൾക്കാരുടെ ഹാബിറ്റ്സ് ആയിരിക്കാം, ഫുഡിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് വെരി ഹൈ. ഇപ്പോൾ 30 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സുള്ള ആൾക്കാരിൽ തൊട്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പല സമയങ്ങളിലായിട്ട് കിഡ്നിയിൽ വരുന്ന ട്യൂമർ കണ്ടുപിടിക്കുന്നു. അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം. അപ്പോൾ എത്ര നേരത്തെ കണ്ടുപിടിച്ചത് ട്രീറ്റ് ചെയ്യുന്നു, അത് 100% മാറ്റിയെടുക്കുക. അത് വൃക്കയിൽ വരുന്ന ട്യൂമറുകൾ. അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ ലക്ഷണങ്ങളുണ്ട്. ഒരു 60% ആൾക്കാർക്ക് ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. സാധാരണ എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ബ്ലഡും യൂറിനും മാത്രം ചെയ്തിട്ട് വരും. ഇതിൻ്റെ കൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാനും ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. അത് ചെയ്താലേ ഈ ചെറിയ തുടക്കത്തിൽ വരുന്ന ട്യൂമറെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്കാനിലോ എന്തെങ്കിലോ കിഡ്നിയിൽ വരുന്ന ട്യൂമേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊരു CT സ്കാൻ എടുത്ത് റീകൺഫേം ചെയ്യുക, ഈ സാധനം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്മോക്കിംഗ് ആണ് ഇതിന് വൺ ഓഫ് ദ മേജർ കോസ്. സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഒബീസിറ്റി, ജെനറ്റിക് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ്. ഇപ്പോൾ ഫാദറിനോ മദറിനോ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഇത് വെച്ച് കൺഫേം ചെയ്താൽ ചെറിയ ട്യൂമറുകൾ, ഈ വൃക്കയിൽ ഒരു 3-4 സെൻറ്റിമീറ്റർ വരെയുള്ള ട്യൂമർക്ക് നമുക്ക് കീഹോൾ വഴി അല്ലെങ്കിൽ റോബോട്ടിക് വഴി അകത്ത് ചെന്ന് ആ ട്യൂമർ മാത്രം എടുത്തു കളയാം. ബാക്കി വൃക്ക അവിടെ സേവ് ചെയ്യാം. അതിന് പാർഷ്യൽ നെഫ്രക്ടമി എന്ന് പറയും. പാർഷ്യൽ നെഫ്രക്ടമി ചെയ്യുമ്പോൾ ബാക്കി വൃക്ക സേവ് ആയിരിക്കും, ഇത് മാത്രം എടുത്തു കളയാം. വലിയ ട്യൂമർ 8-10 സെൻറ്റിമീറ്റർ, കിഡ്നി ആകെ 8-9 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതിനകത്ത് 8-9 സെൻറ്റിമീറ്റർ വലിയ ക്യാൻസർ ഇത് വന്നാൽ ട്രീറ്റ്മെൻറ്റ് അകത്ത് ചെന്ന് ഈ കിഡ്നിയും ട്യൂമറും മൊത്തമായിട്ട് എടുത്തു കളയാം. അപ്പം ഇതെന്താ വെച്ചാൽ നമുക്ക് ദൈവം 2 കിഡ്നി തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഇത് വരുമ്പോൾ ഒരെണ്ണം പോയാലും ഈ മറ്റേ ഫങ്ഷൻ മുഴുവൻ മറ്റേ വൃക്ക ടേക്ക് കെയർ ചെയ്തോളൂ. വൃക്കയിൽ വരുന്ന ക്യാൻസർ രോഗങ്ങൾക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നോർമലി വരുന്നതൊക്കെ ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ. പിന്നെ അത് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആക്കി മാറ്റിക്കളഞ്ഞാൽ പിന്നെ ലൈഫിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിന് കീമോതെറാപ്പി, റേഡിയേഷൻ, മരുന്നുകൾ, ഇങ്ങനത്തെ ഒരു വക ട്രീറ്റ്മെൻറ്റും ഇല്ല. വൃക്കയിൽ വരുന്നതിന് സർജറി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാരിലുള്ള എന്തെങ്കിലും ഹാബിറ്റ്സോ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇത് വന്നതെങ്കിൽ അതിനി നിർത്തുക, വരാതിരിക്കാനുള്ള വഴികൾ നോക്കുക.